എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഒരു ബിഗിനർ ആകുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതെങ്ങനെയാണ്, അതിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഏത് ആപ്ലിക്കേഷനിൽ കൂടിയാണ് നമുക്കിത് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തിനാണ് പറ്റുന്നത്, അതാണ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചിരുന്നത്. പിന്നെ ട്രേഡിംഗ് എന്താണുള്ളത്, സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ട്രേഡിംഗ്, പല ട്രേഡിംഗ് ഉണ്ട്. അതെന്താണുള്ളത്, അതാണ് ടൈപ്പ് ഓഫ് ട്രേഡിംഗ്. പല ടൈപ്പിലുള്ള ട്രേഡിംഗ് ഉണ്ട്. അത് ഏതൊക്കെ ടൈപ്പാണ്, അതെന്തിനാണെന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്. ക്യാൻഡിൽ റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. രണ്ട് ക്യാൻഡിൽ നമുക്കുണ്ട്. ആ രണ്ട് ക്യാൻഡിലും അർത്ഥം എന്താണെന്നുള്ളത് പഠിക്കണം. ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ ഒരു അനാറ്റമി എന്താണെന്നും, റെഡാണെങ്കിൽ അതിൻ്റെ അനാറ്റമി എന്താണെന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് പിന്നെ പാറ്റേൺ ഉണ്ട്, ഓരോ പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസിലായിരിക്കും മിക്കവാറും ഇതിൻ്റെ ക്യാൻഡിൽ വരുന്നത്, ഗ്രാഫ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. പല പാറ്റേണുകളുണ്ട്, നമുക്ക് അത് മനസ്സിലാക്കണം. പിന്നെ സ്റ്റോക്ക് ഏതൊക്കെയാണ്, ഏത് സ്റ്റോക്ക് മേടിക്കണം, നല്ലത് എപ്പോൾ സ്റ്റോക്ക് മേടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളെ ഒക്കെ. പിന്നെ നമ്മളായിട്ട് തന്നെ കണ്ടുപിടിച്ച സ്ട്രാറ്റജി വേണം. അത് നമുക്ക് കുറച്ച് നാൾ നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ലൈവായിട്ട് ട്രേഡ് എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ തോന്നും. ആ ഐഡിയക്കാണ് സ്ട്രാറ്റജി നമ്മൾ പറയുന്നത്. നമ്മുടെ സ്വന്തം ഐഡിയയാണ് നമ്മുടെ ഐഡിയ. അതുകൊണ്ട് വലിയവരും പറഞ്ഞ് കേട്ട് വലിയവരുടെ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, പൊട്ടിപ്പോകത്തേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ടുള്ള നമുക്കുള്ള തീരുമാനം എന്താണ്, നമുക്കൊരു ഉറപ്പ് എന്താണ്, ആ ഉറപ്പ് നമ്മൾ മുന്നോട്ട് പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതുണ്ട്, പല ആപ്ലിക്കേഷനുണ്ട്. ഗ്രോ ഉണ്ട്, ഫെറോദ ഉണ്ട്. പിന്നെ പേര് വെച്ചിട്ടുണ്ടോ, വൺ ആപ്പ് സ്റ്റോക്ക് സൈഡിന് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫെറോദയാണ്. ഫെറോദ ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ചാർജ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഫെറോദ യൂസ് ചെയ്യുന്നു. പിന്നെ ട്രേഡിങ് എപ്പോൾ മേടിക്കണം, എപ്പോൾ വിൽക്കണം എന്നുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പിലാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ മെത്തേഡുള്ളത്. ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്, സ്വിംഗ് ട്രേഡിംഗ് ഉണ്ട്. ഈ സ്വിംഗ് ട്രേഡിങ്ങും ഇക്വിറ്റി എന്ന് പറയുന്നത് സ്റ്റോക്കുകൾ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഒരു റിലയൻസ് എന്നുള്ള സ്റ്റോക്ക്, അത് സ്റ്റോക്കുകൾ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വിൽക്കാം. 1 മാസത്തിനുള്ളിൽ, 2 മാസമോ 3 മാസമോ അങ്ങനെ നമുക്ക് വിൽക്കാം. ഒരു കാലാവധി ഇല്ല എപ്പോൾ വിൽക്കണം എന്നുള്ളത്. അതാണ് നമുക്ക് സ്വിംഗ് ട്രേഡിങ് ഇക്വിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് 3:30 ക്ലോസ് ചെയ്യും. ആ ടൈമിനുള്ളിൽ മേടിക്കണം, ബൈ ചെയ്തിട്ട് അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മൾ സെല്ല് ചെയ്തിരിക്കണം. അതാണ് ഇൻട്രാഡേ. സെല്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 3:30 ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും, സെല്ലായി പോകും. പിന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ആണുള്ളത്. ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ട്രേഡിങ്ങിനകത്ത് ഏറ്റവും വലിയ പാട്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച്, ഗ്രാഫും പഠിച്ച് എല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈസിയായിട്ട് ട്രേഡിങ്ങിലോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്ഷൻ ട്രേഡിംഗ് ഒരു റിസ്ക് ആണ്, അതുപോലെ പ്രോഫിറ്റബിൾ ആണ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഇതിനകത്ത് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഓരോരോ പാർട്ടായിട്ട് വരും. അടുത്ത വീഡിയോയ്ക്കകത്ത് ക്യാൻഡിൽ എന്താണെന്നും അതാണ് പഠിക്കേണ്ടത്. അത് കുറച്ച് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 3 ടോപ്പിക്ക് മാത്രം പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.